നിങ്ങളൊരു ഭയങ്കര സംഭവം കേട്ടോ. അതെന്താ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ചെറിയൊരു ലോകത്തുണ്ട് വെച്ചല്ലേ നിങ്ങൾ ലോകം മൊത്തം അറിയപ്പെട്ടത്. കിണ്ടി. ഓ അത് ശരി. അതാണ് നമ്മുടെ ഓമന പേര്. ഇപ്പോഴും ആള് ഓമന പേര് അതാണല്ലോ. എവിടെയെങ്കിലും ചെന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും ചോദിക്കാതിരുന്നിട്ടുണ്ടോ കിണ്ടിയെ കുറിച്ച്? ആരും ചോദിക്കരുത്. എന്താണെന്നറിയോ, എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് കിണ്ടി എന്നുള്ളത്. ഞാൻ വിചാരിച്ചു അടുത്ത കാലൊക്കെ അത് ആൾക്കാർ മറന്നു എന്ന് വിചാരിച്ചിരിക്കും. അയ്യോ, ആ താമ്രപത്രം ഒരിക്കലും ആരും മറക്കില്ല. അത് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ, അമ്മയുടെ മീറ്റിംഗ് ആയിരുന്നു, അറിയാലോ, ഇലക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ആര്, സുരേഷ് ഏട്ടൻ വന്നു, ഞങ്ങൾ ആദരിച്ചു, ഭയങ്കര പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയിട്ട് പുള്ളിയെ ആശംസകളൊക്കെ അറിയിച്ചു. അപ്പൊ ഞാൻ ആശംസകൾ കൊടുത്തപ്പോ പുള്ളി എന്നോട് പറഞ്ഞെന്താ അറിയോ, കിണ്ടി പറഞ്ഞു അല്ലേ? അല്ല ഞാൻ പറഞ്ഞ ഇപ്പോഴും മറന്നിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും ഓർമ്മ അല്ലേ? ഓർമ്മ. ഈ മണിച്ചിത്രത്താഴാണല്ലോ കിണ്ടി ഉണ്ടാക്കിയത്. അപ്പൊ ഇത് തെലുങ്കില് പോയി തമിഴിൽ പോയി പേര് മാറ്റേണ്ടതാ, മണിച്ചിത്രത്താഴ് നല്ല ആക്കണ്ട, അല്ലല്ലേ, മണിച്ചിത്ര കിണ്ടി അവത പറ്റിയതല്ലേ? ഓക്കെ. അല്ല, ഈ തമിഴിലും തെലുങ്കിലും പോയപ്പോ കിണ്ടിക്ക് എങ്ങനെയാ ഭാഷാ പരിവർത്തനം വന്ന്? അപ്പൊ തെലുങ്കില് കിണ്ടിക്ക് എന്താ വിളിച്ചത്? തെലുങ്കിലല്ലേ? അത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഒക്കെ ഈ കിണ്ടി എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ല. ഇല്ല, കാരണം വലിയ ലോക നഷ്ടമല്ലേ? അല്ല, അത് ചെയ്യാൻ ആള് വേണ്ടേ? ഒറ്റ കിണ്ടിയല്ലേ ഉള്ളു ഈ ലോകത്ത്. എന്റെ ഹിന്ദിയിലുണ്ടായിരുന്നോ കിണ്ടി? ഹിന്ദിയിൽ കിണ്ടിയുണ്ട്. ഹിന്ദി കിണ്ടിയും നമ്മൾ ഏകദേശം ഈക്വൽ ആണ്. അതുകൊണ്ട് ഓക്കെ. സുധീഷിന്റെ കൂടെ ആ വന്ന സുഹൃത്തുക്കളെ കൂടെ പരിചയപ്പെടുത്താം. അതെ, സുധീഷ് എന്നെ പരിചയപ്പെടുത്താൻ നല്ലത്. ഞാൻ പരിചയപ്പെടുത്താം. സുധീഷ് പരിചയപ്പെടുത്തുമ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ടാവും. പരിചയപ്പെടുന്ന ആവശ്യമില്ല. ചങ്ങാതിമാരാ, അതായത് ചങ്ങാതിമാരാണ്. ഈ ചങ്ങാതിമാർക്ക് റോൾ ഉണ്ട് ഇവിടെ. ഒരവസരം കിട്ടും. താങ്കൾ എപ്പോഴെങ്കിലും എന്റെ വീറുറ്റ ചോദ്യങ്ങൾ കേട്ട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുമ്പോ ചങ്ങാതിമാർക്ക് ഇടപെടാം. ഇവരോ? ഒരു തവണ. അങ്ങനെയാണ് വേറെ ആൾക്കാരെ വിളിക്കായിരുന്നു. അങ്ങനെയാണോ? ഈ ചങ്ങാതി കുറെ കാലമായിട്ട് ആൾക്കാരെ കൃഷി ചെയ്ത് ജീവിക്കുക. പിന്നെ കലാകാരനാണ്. നമ്മൾ ആയം തൊട്ടേ നമ്മുടെ വേനൽ കിനാവുകൾ തൊട്ട് ആരംഭിച്ച ബന്ധമാണ്. കൃഷി കിനാവ് കൊണ്ട് നടക്കുന്ന ആളാ. ആദ്യത്തെ സിനിമ മൂന്നാം പക്കമല്ലേ? ഞാൻ ഫസ്റ്റ് ഇറങ്ങിയ പടം പഞ്ചവടിപ്പാലമാണ്. അയ്യോ, മൂന്നാം പക്കത്തിന് എന്ത് പറ്റി? മൂന്നാം പക്കത്തിന് അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി അഭിനയിച്ച ആദ്യ പടം മൂന്നാം പക്കമായിരുന്നു. അതെ. പത്മനാഭ സാറിന്റെ പടത്തിൽ അത് കഴിഞ്ഞ് സീസണിലും കൂടെ അഭിനയിച്ചിരുന്നു. പക്ഷെ എന്റെ ആദ്യത്തെ പടം ഇതുവരെയും ഞാൻ പുറത്തങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ പുറത്ത് പറയാൻ പറ്റുന്ന സിനിമയാണോ? അത് ഇറങ്ങിയിട്ടില്ല. കാട്ടുപോത്ത് എന്ന് പറഞ്ഞൊരു പടമാ. കാട്ടുപോത്ത് പോത്തായിട്ടല്ല എന്തായാലും. പക്ഷേ ആ പടത്തിലെ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏതാണാവൂ? പൂവല്ല പൂന്തളിരല്ല. കാട്ടുപോത്തുന്ന സിനിമയിൽ ഇങ്ങനൊരു പാട്ടോ? പക്ഷെ ആ പടം ഇറങ്ങിയിട്ടില്ല. അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കൃഷ്ണപ്രസാദിനെ കുറിച്ച് പറയുമ്പോൾ വേറെ കാര്യം പറയാനുണ്ട്. വേനൽ കിന്നാവുൾ എന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അപ്പൊ ഞാന്, കൃഷ്ണപ്രസാദ്, യദു കൃഷ്ണൻ, ഈ 3 പേരാണ് അതിലെ നായകന്മാർ. അപ്പൊ ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് നായികമാര് വരാനുണ്ട് ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പൊ ആരൊക്കെ എന്താന്ന് അറിയില്ല. അപ്പൊ ആദ്യം എനിക്കാണ് നായിക വന്നത്. ആരായിരുന്നു? അതൊരു മദാമയായിരുന്നു. യുകെന്ന് വന്ന സുന്ദരിയായ മദാമ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മളെ പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ഇതിലെ ഭാഷ വിഷയമല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാഷ ഒരു പ്രശ്നമില്ല. ലോകത്തെ മുഴുവൻ അതിന് ഒരു ഭാഷയേ ഉള്ളൂ. സ്നേഹം മാത്രം. അതെ, സ്നേഹമാണ് വലുത്. അത് വലുത്. അപ്പൊ അങ്ങനെ ഞാൻ ഹാപ്പി നായിക വന്നല്ലോ. ഞാൻ പിന്നെ ഇവരെ മൈൻഡ് ചെയ്യാതായി. അത് കഴിഞ്ഞ് യദുകൃഷ്ണന്റെ നായിക വന്നു. യദുകൃഷ്ണന്റെ ഒരു വേലക്കാരിയായിട്ട് അഭിനയിക്കുന്ന ഒരു ഹീറോയിൻ. ഞാൻ യദുകൃഷ്ണനും പോയി നായികയുടെ കൂടെ. ഇവൻ വിഷമിച്ചിരിക്കുക, ഇവന് ആള് വരുന്നില്ലല്ലോ. ഞങ്ങൾ ഇവന്റെ കൂടെ ഇല്ല, പോയല്ലോ. അങ്ങനെ കാത്തുകാത്തിരുന്ന അവസാനം ഇവന്റെ നായിക ചെന്നൈയിൽ ഇറക്കുമതി ചെയ്തു. അതാണ് ഷർമിളി എന്ന് പറഞ്ഞ നായിക. ഷർമിളി സാറിന് ഓർമ്മയുണ്ടാവും, രാമായണക്കാറ്റ് എന്നുള്ള പാട്ട് പാടിയ അഭിമന്യു സിനിമയിലെ ഞങ്ങൾ ഞെട്ടി. പക്ഷെ അതിനുശേഷം ഞങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞങ്ങളെ നായികമാരെ നോക്കാതായി. ഇവന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി വായി നോക്കലാണ് ഞങ്ങളെ മെയിൻ പരിപാടി. പരമ്പരാഗതമായി കിട്ടിയതാണോ? അല്ല, അത് ജന്മന ഉള്ളതാണ്. അറിയണമല്ലോ. അത് അവർക്ക് പിന്നെ ഉള്ളത്, ഞാൻ ഈ നായികയുമായിട്ടുള്ള ഈ ഷർമിളയുമായിട്ടുള്ള എൻ്റെ സംസാരങ്ങൾ എങ്ങനെയായിരുന്നു, അവരെന്നെ സ്പർശിക്കുന്നതിന്റെ കാര്യങ്ങൾ, എന്റെ വിരലെ തൊട്ട് നോക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു, ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഒരുപാട് സീനുകൾ. പക്ഷെ ഞങ്ങളുടെ ഏജ് അതാണ്. ആ പടത്തിൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഏജ് അതാണ്. ഇപ്പോഴും ആ ഏജ് തന്നെ, പ്രായമായിട്ട് വലുതായിട്ട് പ്രായമായില്ല.